ചിക്കനും മോരും കൂടി എന്തായാലും ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് അറിയാലോ നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാന്നാ. ബാ പോയി മാഷേ, എനിക്ക് ഉച്ചക്ക് കിടില്ലെങ്കിൽ കറി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ചിക്കൻ മോര് പരട്ടാ. ഇതിലെ മോര് കറിയാണെങ്കിൽ ചിക്കന്റെ പീസുകളുണ്ട്. കറി വേണ്ടിട്ട് എന്തായാലും ഇതപ്പോ അമ്മ എങ്ങനെ ഉണ്ടാക്കിയത്? ഇതൊക്കെ സിമ്പിൾ അല്ലേ, അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. നടക്കട്ടെ, നോക്കാലോ. എന്തിട്ട് സംഭവം പൊരിച്ചിട്ടുണ്ടല്ലോ. അപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോര് പരട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രുചി വിഭവമാണ്. അതിനായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ നന്നായി മിക്സ് ചെയ്ത് ആ ചിക്കനിലേക്ക് നന്നായി പിടിക്കുന്ന പോലെ പുരട്ടി വെക്കുക. അതിനുശേഷം മോര് കറിക്കായിട്ടുള്ള കായ റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് 2 കായ എടുത്തിട്ട് തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക. ശ്രദ്ധിക്കേണ്ടത് കായ കഷ്ണം മാക്സിമം ചെറുതാക്കാൻ നോക്കിയാൽ അത്രയും നല്ലത്. അങ്ങനെ കായ കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ള കുക്കറിലേക്ക് 2 പാക്കറ്റ് തൈര് നമ്മൾ ആദ്യം ഒഴിക്കണം. അങ്ങനെ കായ കഷ്ണങ്ങൾ ഇട്ട് തൈര് ഒഴിച്ച് അതിലേക്ക് 3-4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആ തൈരിലിട്ടിട്ടാണ് നമ്മൾ കായ കഷ്ണങ്ങൾ വേവിക്കുന്നത്. എന്നാലേ മോരുകറിക്ക് ആ കുറുകിയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. എന്നിട്ട് 2 വിസിലടിക്കുന്നവരെ ഗ്യാസിൽ കുക്കർ വെക്കുക. അങ്ങനെ നമ്മുടെ കായ നന്നായി വെന്ത് വന്നിരിക്കുകയാണ്. ശേഷം നമ്മുടെ തൈരിലെ വെള്ളം വറ്റിക്കാനായിട്ട് കുക്കർ തുറന്ന് വെച്ച് നന്നായി വെള്ളം വറ്റിച്ചിട്ട് കുറുക്കിയെടുക്കണം. അതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ടാണ് കുറുക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് മോര് കറിക്കായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 മുറി തേങ്ങ ചിരകിയെടുക്കുക. അതുപോലെ 7-8 പച്ചമുളക്, കുറച്ച് ജീരകം, 7-8 അല്ലി ചുവന്നുള്ളി, 4-5 ചെറിയ കഷ്ണം വെളുത്തുള്ളി, അതുപോലെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ജാറിലേക്ക് ഒഴിക്കുക. ഇതെല്ലാം കൂടി വെണ്ണ പരുവത്തിൽ അരയ്ക്കാൻ പോകാൻ പൊരിക്കുന്ന. അങ്ങനെ വെണ്ണ പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ അരപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള തൈര് കായ മിക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. എന്നാലാണ് നന്നായി കുറുകി കിട്ടുള്ളൂ. അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വെണ്ണ പരുവത്തിൽ അരച്ചെടുത്താലാണ് നമ്മുടെ മോരുകറി നന്നായി കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മോരുകറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചിക്കൻ വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചിക്കൻ വറുത്തെടുക്കുക. അധികം നമ്മുടെ ചിക്കൻ വറുത്ത് പോകരുത്. ഒരു ക്രിസ്പി ഫ്രൈ ആവുന്നവരെ നമ്മുടെ ചിക്കൻ വറുത്തെടുക്കുക. നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ശേഷം നമ്മൾ ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ മോരുകറി താളിക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക്, ഉലുവ, വേപ്പില, വറ്റൽമുളക് എന്നിവ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മുടെ കറി ഒന്ന് നന്നായി മിക്സ് ആക്കുക കയ്യിലിട്ടിട്ട്. അങ്ങനെ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിൽ കുറുക്കിയെടുത്തിട്ടുള്ള നമ്മുടെ മോരുകറിയിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. അങ്ങനെ തന്നെ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നേരം ഗ്യാസിൽ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആ ചിക്കനിൽ മോരിന്റെ രുചി കിട്ടുന്നത് പോലെ കുറുക്കിയെടുക്കണം. ഇപ്പൊ നമ്മുടെ ചിക്കൻ മോര് പരട്ട് കറി റെഡി ആയിരിക്കുകയാണ്. പിന്നെ ചോറ് ഇതാ ഇട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ആ കറിയും ചോറും കൂടെ ഒരു പിടുത്തം പിടിക്കാൻ പോവാണ്. അതാ ചിക്കൻ, ഇത് നമ്മുടെ കായ കഷ്ണം, മോര് കറിയിലെ കായ കഷ്ണം. ഇതാണ് നമ്മുടെ ചിക്കൻ. അതിൻ്റെ ഉള്ളിലിട്ട ചിക്കനാണ് കേട്ടത്. ചിക്കൻ്റെ കഷ്ണം, ഇതാണ് ചിക്കൻ്റെ കഷ്ണം. നമ്മുടെ കായ കഷ്ണം, ചിക്കൻ മോര് പരത്തിലെ കായ കഷ്ണം. ഇതാ ചിക്കൻ പീസ്, നമ്മുടെ ചിക്കൻ പീസാണ് കേട്ടത്. നമ്മൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഇച്ചിരി ഗ്രേവിയും നമ്മുടെ ചിക്കൻ്റെ ചിക്കൻ്റെ പീസും ഒരു കായയുടെ കഷ്ണവും കൂടെ. ഇത് വേണമെങ്കിൽ ഇച്ചിരി അച്ചാറും, നമ്മുടെ ഈ അച്ചാറിൽ നിന്ന് എല്ലാ കഷ്ണങ്ങൾ എടുക്കാം, കൂടെ വയ്ക്കാം. ഇതാ എല്ലാം കൂടെ ഇടുവാണ് പൊരിച്ചിട്ടപ്പം. അപ്പൊ നമ്മുടെ ഈ ചിക്കൻ മോര് പരട്ടല്ലാതെ വരുന്നത് ഈ ഒരു കറി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കി, അതായത് ഒരു പുള്ളിയും ആ ഒരു കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള സെറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കാം. ചോറിൻ്റെ ഒപ്പം ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിരിക്കും. ഇല്ല രാധമോ? ചിക്കനാവും ചെയ്തു, മോര് കറി ആവും ചെയ്തു. അപ്പൊ നമുക്കിനി ഇത് കഴിക്കാം, സുഖമായിട്ടൊന്നും ഇരുന്ന് കഴിക്കാം അല്ലേ. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും. പൊരി പൊരി പൊരി.